അപ്പോൾ ഈ ഒരു 8 മാസം കൊണ്ട് ജനങ്ങൾ തിരഞ്ഞെടുത്തത് ഒരു നല്ല നേതാവാണ് എന്ന് ജനങ്ങൾക്ക് തെളിയിച്ചു കൊടുക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടോ? ടൈം വളരെ പരിമിതമാണ് എനിക്ക് കിട്ടിയത്. 8 മാസം കൊണ്ട് ഒരു എം എൽ എക്ക്, അതും പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു എം എൽ എക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ. എങ്കിലും ഞാൻ പ്രധാനമായും ഫോക്കസ് ചെയ്തത് എൻ്റെ പിതാവ് കൊണ്ടുവന്ന കുറേ പദ്ധതികളുണ്ട് നിലമ്പൂർ. ആ പദ്ധതികളൊക്കെ കഴിഞ്ഞ ഒരു ഇടതുപക്ഷ ഭരണകാലത്ത് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് പലതും ഫ്രീസറിൽ വെച്ചിരുന്നു. പല പദ്ധതികളും ഒരു മൃതാവസ്ഥയിൽ കിടക്കുകയായിരുന്നു പലതും. അത് ഓരോന്നോരോന്നായി നമ്മൾ പെറുക്കിയെടുത്ത് ഓരോന്നിനെ നമ്മൾ ജീവൻ വെപ്പിച്ച് പുനരാവിഷ്കരിക്കാൻ സാധിച്ചു എന്നതാണ് എനിക്ക് ഏറ്റവും ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏകദേശം ഞാനിങ്ങനെ കണക്ക് നോക്കുമ്പോൾ 200 ദിവസം കൊണ്ട് 200 കോടി രൂപയുടെ പദ്ധതികൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. 200 ദിവസം കൊണ്ട് നിലമ്പൂരിൻ്റെ ബൈപ്പാസ് ഏറെക്കാലം മുടങ്ങിക്കിടന്നതായിരുന്നു, അത് പുറത്തെടുക്കാൻ സാധിച്ചു. നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനം, നിലമ്പൂരിലെ ഗവൺമെൻറ് കോളേജ്, അതേപോലെ എടക്കരയിലെ ബൈപ്പാസ്, അങ്ങനെയൊക്കെ തുടങ്ങിയ കുറേ പദ്ധതികൾ നമുക്ക് ഈ 200 ദിവസം കൊണ്ട് 200 കോടി രൂപയുടെ പദ്ധതികൾ നമുക്ക് പുറത്തെടുത്ത് കൊണ്ടുവരാൻ സാധിച്ചു. അതിൽ കുറേ പുതിയ പദ്ധതികളുണ്ട്, പഴയ പദ്ധതികൾ പുനരാവിഷ്കരിച്ചു കൊണ്ടുവന്ന പദ്ധതികളും ചേർത്തുകൊണ്ട്. പക്ഷേ ഇതിനെ എല്ലാവരും എന്നെ പിന്തുണച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. എല്ലാവരുടെയും സഹായം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും ഞാനിവിടെ നിലമ്പൂരിൽ ഒരു വികാസ് വിഷൻ 2040, ഒരു 2040 വരെ അടുത്തൊരു 15 വർഷം നിലമ്പൂർ എങ്ങനെയായിരിക്കണം, അതിനെക്കുറിച്ച് സമഗ്രമായൊരു പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുകയാണ്. അതിനു വേണ്ടിയുള്ളൊരു വലിയ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു കല്യാണ വീട്ടിലോ മരിച്ച വീട്ടിലൊക്കെ ചെല്ലുമ്പോഴായിരിക്കും ഓരോരുത്തർ നമ്മളോട് പറയുന്നത്, എം എൽ എ എനിക്ക് റോഡ്, എൻ്റെ വീട്ടിലേക്ക് പോകുന്ന റോഡൊന്ന് ശരിയാക്കി തരണം കേട്ടോ. ആ നോക്കട്ടെ എന്ന് പറയും. നമ്മൾ ചിലപ്പോൾ അത് ഓർത്തിരിക്കും, ചിലപ്പോൾ എഴുതി വയ്ക്കും, ചിലപ്പോൾ ഓർത്തിരിക്കില്ല. അത് കഴിഞ്ഞ് അടുത്ത മരണത്തിനോ കല്യാണത്തിനോ ഇദ്ദേഹത്തെ കാണുമ്പോഴായിരിക്കും ഇദ്ദേഹം നമ്മോട് പറയാം, എൻ്റെ റോഡ് കിട്ടിയില്ല കേട്ടോ, പരാതിയായിരിക്കും പിന്നെ ഇവിടുത്തെ പറയുന്നത്. പക്ഷേ വാസ്തവത്തിലൊരു വികസനം വരേണ്ടത് അങ്ങനെയല്ലല്ലോ. നമ്മുടെ അടുത്തൊരു പരാതി പറയുന്നത് കൊണ്ട് മാത്രമല്ലല്ലോ, നമ്മൾ കണ്ടെത്തണം എവിടെ എന്തൊക്കെയാണ് ഇന്ന് നിലവിലുള്ള അവസ്ഥ എന്ത്. എൻ്റെ നിയോജക മണ്ഡലത്തിൻ്റെ നിലവിലുള്ള അവസ്ഥ, എൻ്റെ നിയോജക മണ്ഡലത്തിൽ ആ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ്, ഇപ്പോഴുള്ള അവസ്ഥയും അവരുടെ നീഡും. അപ്പോൾ ഇത് തമ്മിലുള്ള ഗ്യാപ്പ്, ആവശ്യങ്ങളും നിലവിലുള്ള അവസ്ഥയും ഇപ്പോഴത്തെ സ്റ്റാറ്റസും, ഇത് തമ്മിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ഒരു വലിയ പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പെട്ടെന്ന് ഫില്ല് ചെയ്യാൻ കഴിയില്ല, പക്ഷേ ഒരു 10 വർഷം, ഒരു 15 വർഷം നിലമ്പൂർ എങ്ങനെ. അപ്പോൾ അതിനുവേണ്ടി എല്ലാ പഞ്ചായത്തുകളിലും അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളും, ഓരോ പഞ്ചായത്തിലും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തി, കൃഷിയിൽ അവിടെ യുവാക്കൾ, സ്ത്രീകൾ, പിന്നെ പ്രായമായവർ, കച്ചവടക്കാർ, SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അതേപോലെ ഈ പറഞ്ഞ പ്രകൃതി സംരക്ഷണം, ഇങ്ങനെയുള്ള 14 മേഖലകളിൽ വിവിധങ്ങളായി ഓരോ പഞ്ചായത്തിലും ചർച്ച നടത്തി അവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് ഡിസ്കസ് ചെയ്ത് അതിൽ നിന്ന് പദ്ധതി ഉണ്ടാക്കി. ആ പദ്ധതി ഞാൻ ഇവരെല്ലാവരെയും വിളിച്ചു കൂട്ടി നിയോജക മണ്ഡലത്തിലിരുത്തി അവിടെ ഇത് കൃത്യമായി ഒന്ന് അവലോകനം ചെയ്ത് അനാലിസിസ് ചെയ്ത് അതിൽ നിന്ന് കൃത്യമായൊരു കോംപ്രിഹെൻസീവ് പ്ലാൻ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഇൻക്ലൂസീവായിട്ടുള്ള ഒരു പ്ലാൻ നിലമ്പൂരിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന ശ്രമത്തിലാണ് ഞാനുള്ളത്. അതിൻ്റെ 1-2 ഘട്ട ചർച്ചകൾ കഴിഞ്ഞു. ഇനി അതിൻ്റെ അടുത്തൊരു ചർച്ച ഈ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റുമാർ, ഈ പഞ്ചായത്ത് മെമ്പർമാരുമായിട്ടുള്ള ഒരു ഡിസ്കഷൻ, ഒരു വർക്ക്ഷോപ്പ് ഈ 21-ാം തീയതി വീണ്ടും നടക്കുകയാണ്.